ഈ ഒരു എമർജൻസി ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. അതായത് എങ്ങനെ ഒരു എമർജൻസി ട്രാൻസ്ഫറൊക്കെ ചെയ്യണമെന്ന് നല്ല രീതിയിൽ നമ്മുടെ കരോലിസിനറിയാം. സി ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ജനുവരി കളിക്കേണ്ട ഒരു പ്ലെയർ കളിക്കുന്നത് ഫെബ്രുവരി, അതും കുറച്ച് മിനിറ്റുകൾ മാത്രം. അങ്ങനെ കഴിഞ്ഞ സീസണിൽ നിങ്ങൾ നോക്കിയാൽ മതി. അതായത് അഡ്രിയൽ ലൂണ, കാമി വെപ്പർ തുടങ്ങിയ താരങ്ങൾ എന്താ പറയുക ഡിസംബറിൽ തന്നെ മനസ്സിലായി അവർക്ക് എന്താ പറയുക ഒരു സീസണിൽ കൂടുതൽ മത്സരം കളിക്കാൻ സാധിക്കും. അപ്പം തന്നെ ഒരു ജനുവരി തന്നെ ഒരു പ്ലെയറിനെ കണ്ടെത്താനുള്ളതിന് ഫെബ്രുവരിയൊക്കെ ചെർണിയൊക്കെ വന്നപ്പോഴത്തേനും സോ അതുപോലെ തന്നെ നമ്മുടെ സീസണിൻ്റെ ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്ന് തന്നെ പറയും. സോ ഇതാണ് പ്രശ്നം. ഒരു എമർജൻസി ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയല്ല നടത്തുന്നത്. ആ ഒരു സീസണിൽ മുംബൈ സിറ്റി അല്ലെങ്കിൽ മോഹൻ ബഗാനൊക്കെ നടത്തി കഴിഞ്ഞ സീസണിൽ നടത്തിയ ട്രാൻസ്ഫറൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എത്ര സ്പീഡിലായിരുന്നു അവർ സ്റ്റുവർട്ടും ഗ്രിഫ്തൻസും ഒക്കെ പോയി പ്ലേയേഴ്സിനെ കൊണ്ടുവന്നത്. സോ ഇപ്രാവശ്യവും അതിൽ നിന്നൊന്നും പഠിക്കാതെ സെയിം രീതിയിൽ തന്നെയാണ് എന്താ പറയുക ചെയ്തത്. ദുഷാൻ ലഗേറ്റർ എന്ന് പറയുന്ന പ്ലെയറിനെ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് അദ്ദേഹം വന്നപ്പോഴേ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നൊരു ക്വാളിറ്റി, അതായത് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് വേണ്ട ഒരു ക്വാളിറ്റി അദ്ദേഹം ക്വാളിറ്റിയുള്ള പ്ലെയർ അറിയും, ബട്ട് ഈ ഒരു സമയത്ത് വേണ്ട ക്വാളിറ്റി ഞാൻ കാണുന്നില്ല എന്ന്. സോ അത് തന്നെയാണ് സംഭവിച്ചത്. എന്തായാലും അദ്ദേഹം ഇന്ന് കളിച്ചു, അദ്ദേഹം ഇന്ന് കളിക്കുന്നുണ്ട് എന്ന് പോലും എനിക്ക് തോന്നിയില്ല. ഒരു എല്ലാ കാർഡ് മേടിച്ചപ്പോൾ മാത്രമേ ഞാൻ കണ്ടു, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടേയില്ല. ഒരു ഫോറിൻ പ്ലെയർ ഉണ്ട് എന്നൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു തരത്തിലും അദ്ദേഹം ഇതിഫേദം അലക്സാണ്ടർ കൊയ്ഫാൻ ഇവിടെ തുടരുന്നതായിരുന്നു നല്ലത്. വെറുതെ ഇത്ര പൈസയൊക്കെ കൊടുത്ത് എന്തിനാണ് ഇങ്ങനൊരു സൈനിങ് നടത്തിയത് എന്നെനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ അന്നത്തെ കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അതും പറയുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ